വാദം ഇവിടെ കൊണ്ടു നടക്കുന്നവര് സലഫികളാണോ അതോ ഇവിടുത്തെ സഅദിമാരാണോ സഖാഫിമാരാണോ ദാരിമിമാരാണോ തങ്ങയാണെന്ന് പറയുന്നവരാണോ? നന്നായി നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ചു പഠിക്കും. പിന്നെ മുജാഹിദീങ്ങളെ കുറിച്ച് സലഫികളെ കുറിച്ച് ആരോപണം, അവർ മന്ത്രിക്കൂല, ഞങ്ങൾ മന്ത്രിക്കുന്നവരാണ്. ഞങ്ങൾ രോഗം വന്നാൽ വേദന വന്നാൽ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് ബിസ്മില്ലാന്ന് 3 വട്ടം പറയും. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് 7 വട്ടം പറയും. അതിനേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. അതേ അവസരത്തിൽ അതാണ് ഞങ്ങളുടെ പ്രവൃത്തിയെങ്കിൽ ഇന്നിതാ തങ്ങന്മാരെന്ന് പറയുന്നവർ രോഗം വന്നു കഴിഞ്ഞാൽ ജിന്നുകളുടെ പേരെഴുതിയിട്ട് മലക്കുകളുടെ പേരെഴുതിയിട്ട് അതല്ലെങ്കിൽ അതാ അൽ കഹ്ഫിലുള്ള ആൾക്കാരുടെ പേര് അതിന്റെ നായയുടെ പേര് എന്നൊക്കെ പറഞ്ഞ് ഉറുക്കിലും എഴുതി നറുക്കിലെഴുതി അതുകൊണ്ടതാ കൈത്തണ്ടയിലും കാതിലും കഴുത്തിലും മരയിലുമൊക്കെ ഉറുക്ക് കെട്ടുന്നു, ചരട് മന്ത്രിച്ച് കെട്ടുന്നു, നൂലൂതി കെട്ടുന്നു. വീടിന്റെ കാവലിന് വേണ്ടി വീടിന്റെ 4 മൂലകളിൽ കുപ്പി തൂക്കുന്നു. ലോഹത്തകിടുകളിൽ എഴുതിയിട്ട് ആ ലോഹത്തകിടുകളിൽ വീടിന്റെ ഉമ്മറപ്പടിയിൽ കുഴിച്ചിടുന്നു. അതേ നിർമ്മാണം പകുതിയാക്കിയ വീടുകളതാ തങ്ങ വന്നിട്ട് പൊളിപ്പിക്കുന്നു. കട്ടില ശരിയായിട്ടില്ല, അടുക്കള ശരിയായിട്ടില്ല, തറ ശരിയായിട്ടില്ല, വാസ്തു ശരിയായിട്ടില്ല, ഇവിടെ പോക്കുവരവിന്റെ ശല്യമുണ്ട്, അതുകൊണ്ട് തീരാറായ വീട് പോലും തങ്ങ വന്ന് പൊളിപ്പിക്കുന്നു. മുസ്ലിമീങ്ങളെ ചൂഷണം ചെയ്യുന്നു. വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രം മുസ്ലിമേ നമുക്കില്ല. അല്ലാഹ് അനുവദിച്ച ഹലാലായ ഏത് ഭൂമിയിലും നീ വീട് വെച്ചോ. നിന്റെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും കടന്നു വരുന്ന നിലക്ക് വീട് പണിയെടുക്കുന്നു എന്നതല്ലാതെ അടുക്കള ഇന്ന ഭാഗത്തായാൽ ദാരിദ്ര്യമാണ്, കിണറ് ഇന്ന ഭാഗത്തായാൽ അപകടമരണം ഉറപ്പാണ്, ബാത്റൂം ഇന്ന ഭാഗത്തായാൽ കുഴപ്പമാണ്, ബെഡ്റൂം ഇന്ന ഭാഗത്തായാൽ അവിടെ കുഴപ്പമാണ് എന്നിങ്ങനെ പറഞ്ഞ് അവനവന്റെ സമ്പാദ്യം കൊണ്ട് പാവപ്പെട്ട മനുഷ്യന്മാരുണ്ടാക്കിയ വീടുകളെ പൊളിച്ചെടുക്കാൻ പറയുന്ന അത്തരത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് മോശപ്പെട്ട ചിന്തകൾ ഉണ്ടാക്കുന്ന ആളുകളെ, നിങ്ങളുടെ കയ്യിലാണ് നൂതനവാദമുള്ളത്. സലഫികൾ അതിന്റെ ആളുകളല്ല. സലഫികൾ അല്ലാഹുവിൽ തവക്കുലാക്കുന്നവരാണ്. മഹാഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെയാ വിശ്വസിക്കുന്നത്. അതേ അവസരത്തിൽ ചില ആളുകൾ വന്നിട്ടാണ് പേടിപ്പിക്കും. ഈ വീട്ടിൽ നിങ്ങൾ താമസിച്ചാ മരണം ഉറപ്പാണ്. എവിടെ താമസിച്ചാലാ മരണം ഉറപ്പല്ലാത്തത്? ഈ ഭൂമിയിൽ എവിടെ താമസിച്ചാലാ മരിക്കാത്തത്? പ്രിയമുള്ളവരെ, അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളെ വന്ന് പേടിപ്പെടുത്തുമ്പോ പറഞ്ഞേക്കണം, ധൈര്യമായി അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയണം, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. ഞങ്ങളോട് നിങ്ങളുടെ വാസ്തു പറഞ്ഞു പേടിപ്പിക്കണ്ട, നിങ്ങളുടെ കണക്ക് പറഞ്ഞു പേടിപ്പിക്കണ്ട, നിങ്ങളുടെ കന്നിമൂല പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ ഷഹാദത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളാണ്. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി, വ നിഅമൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവനാണെന്ന് ഏത് തങ്ങയുടെയും മോലാരുടെയും മുഖത്ത് നോക്കിയിട്ട് പറയാൻ മുസ്ലിമേ ഈമാനികമായ കരുത്തുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ മന്ത്രത്തിന്റെ കാര്യമായാലും ദിക്റിന്റെ കാര്യമായാലും ദുആയുടെ കാര്യമാണെങ്കിലും റസൂലുള്ളാഹ് ഈ ലോകത്തിന് പഠിപ്പിച്ച മന്ത്രങ്ങളും ദിക്റുകളും ദുആകളും നടപ്പിൽ വരുത്തി കൊണ്ട് നടക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അവരെ നിങ്ങൾ നൂതനവാദികളെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. മറിച്ച് പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിച്ചിട്ട് സന്മാർഗത്തിന്റെ പാതയിലേക്ക് കടന്നു വരാനാണ് പ്രിയമുള്ളവരെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഇനി സഹോദരന്മാരെ, സലഫികൾ അള്ളാന്റെ റസൂലിനെ സ്നേഹമില്ലാത്തവരാണ് പോലും, റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരാണ് പോലും, റസൂലുള്ളാനെ നിന്ദിക്കുന്നവരാണ് പോലും, റസൂലുള്ളാനെ പുച്ഛിക്കുന്നവരാണ് പോലും. ഇല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പുച്ഛിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്.
അവിടുത്തെ നിന്ദിച്ചവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഞങ്ങൾ അവിടുത്തെ പേരിൽ കളവ് പറയൂല, അവിടുന്ന് പറയാത്തത് പറഞ്ഞു എന്ന് പറയൂല, അവിടുന്ന് ചെയ്യാത്തത് ചെയ്തു എന്ന് പറയൂല. മറിച്ച് പല ആളുകളുടെയും സ്വഭാവം എന്താണ്? മൗലിദ് കിതാബുകൾ എടുത്തു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത നൂറുകണക്കിന് കാര്യങ്ങൾ റസൂലുള്ള പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കളവുകളാണ് മുത്തുനബിയുടെ പേരിൽ മൗലൂദുകളിൽ കെട്ടിവെച്ചിട്ടുള്ളത്, മാലപ്പാട്ടുകളിൽ കെട്ടിവെച്ചിട്ടുള്ളത്. തീർന്നില്ലല്ലോ. ബോംബെയിലെ തെരുവിൽ നിന്ന് ഏതോ ഒരു പെണ്ണിന്റെ മുടിയും കൊണ്ടുവന്ന് അത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് 40 കോടി പിരിച്ചില്ലേ? മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ലോകത്തതിന്ന് കിട്ടാക്കനിയാണ്, അതില്ലാത്ത ഒരു സംഗതിയാണെന്ന് ലോകത്ത് അതുണ്ടെന്ന് പറഞ്ഞ് കെട്ടുകണക്കിന് സ്ത്രീകളുടെ മുടിയേക്കാളും നീളമുള്ള വലിയ നെടുനീളൻ മുടിക്കെട്ടുകളതാ ഒരു കേന്ദ്രത്തിൽ സൂക്ഷിച്ചു വെത്ത് അതിൽ നിന്ന് ഏതാനും പിഴമുടികൾ മർക്കസിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് അത് മുക്കിയ വെള്ളം കുടിപ്പിച്ച് സമൂഹത്തെ ഉറക്കിക്കിടത്തുന്ന ആളുകളെ, നിങ്ങൾക്കാണ് നൂതനവാദമുള്ളത്. സലഫികൾ അതിന്റെ ആളുകളല്ല. അവര് റസൂലുള്ളാഹിനെ വിറ്റ് തിന്നുന്നവരല്ല. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയൂല. അവിടുത്തെ ഖബറിന്റെ പുറത്ത് വിതറിയ ചന്ദനപ്പൊടി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്കൊല്ലത്തെ വെള്ളത്തിൽ ഞാൻ ആ പൊടി കൂടി കലർത്തിയിട്ടുണ്ടെന്ന് കാന്തപുരം ഉസ്താദ് പറയുമ്പോൾ ആ കാന്തപുരത്തോടും അനുയായികളോടും മുസ്ലിമീങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടേത് പിഴച്ച വാദമാണ്, നിങ്ങളുടേത് നൂതനവാദമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ഖബറിന്റെ പുറത്തിന് മണ്ണുണ്ടെന്ന് സങ്കല്പിച്ചാൽ പോലും ആ മണ്ണിട്ട് വെള്ളം കുടിക്കാൻ സ്വഹാബത്തിന് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല. അവര് വിചാരിച്ചാൽ മണ്ണ് കിട്ടുമായിരുന്നു, നിങ്ങളുടെ പോലെയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് വിചാരിച്ചിരുന്നെങ്കിൽ കൊട്ടക്കണക്കിന് മണ്ണ് അവിടുത്തെ ഖബറിൽ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷേ ഒരു തരി മണ്ണ് പോലും എടുത്ത് വെള്ളം കലക്കി കുടിച്ചിട്ടില്ലാത്ത സ്വഹാബത്ത്. അതാണ് നമ്മുടെ മാർഗം, അതാണ് നമ്മുടെ മാർഗം. അവിടുത്തെ പേരിൽ ആ സ്വലാത്ത് ചൊല്ലുന്നു, അവിടുത്തെ പേരിൽ കുറ്റകരമായ സ്വലാത്ത് ഞങ്ങൾ ചൊല്ലൂല. ശിർക്കിന്റെ സ്വലാത്തായ നാരിയ സ്വലാത്ത് ഞങ്ങൾ ചൊല്ലൂല. അവിടുന്ന് പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമുള്ള ഒരു സ്വലാത്തും ഞങ്ങൾ ചൊല്ലൂല. മാത്രമല്ല, ഇപ്പോഴിതാ കോഴിക്കോട് വെച്ച് ഉയർത്തി കാണിച്ചില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ച ആ പാനപാത്രം എനിക്ക് കിട്ടിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാനപാത്രം അബൂബക്കറിന് കിട്ടി എന്നും പറഞ്ഞു. പരിശോധിച്ചു നോക്കുമ്പോ അതിൽ ഇസ്രായേലിന്റെ ജൂതന്മാരുടെ ചിഹ്നമായ ആ നക്ഷത്രമാണ് അതിൽ കാണുന്നത്. പൊളിഞ്ഞു പോയി. ഏതോ ജൂതൻ കൊടുത്തേച്ച പാത്രമാണ്, ഏതോ ജൂതന്റെ ഇറക്കുമതിയാണ്. അവസാനം ഇപ്പോൾ കള്ളി പൊളിഞ്ഞു എന്ന് വന്നപ്പോ ജൂതൻ കൊടുത്തേച്ച പാനപാത്രം അങ്ങോട്ട് തന്നെ കയറ്റി അയച്ചു എന്ന് കേൾക്കുന്നു. മർക്കസിൽ കാണാനില്ല. ഇപ്പോഴിതാ ഫേസ്ബുക്കിൽ ഒരു പുതിയ കോട്ടുമിട്ടിട്ട് ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള ചില രാജ്യങ്ങളുടെ സൈനിക വേഷമായിട്ട് അറിയപ്പെടുന്ന ആ രൂപത്തിലുള്ള ഒരു യൂണിഫോമുള്ള ഒരു നീണ്ട കോട്ടിട്ടിട്ട് അതേ ഈ മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് പറയുന്നു, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കോട്ട് എനിക്ക് കിട്ടിപ്പോയി. അങ്ങനെ എന്തൊക്കെ നുണകളാ ദീനിന്റെ പേരിൽ, സ്വഹാബത്തിന്റെ പേരിൽ പറയുന്നത്. അതിശയിക്കണ്ട. ഇനി നാളെയതാ മൂസാ നബി സമുദ്രത്തിലടിച്ചപ്പോൾ അടിക്കാൻ ഉപയോഗിച്ച വടിയുടെ കഷ്ണം മർക്കസിലെത്തിപ്പോയി. ഇതാണ് ആ വടി എന്ന് പറയുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയുന്ന അനുയായികൾ ഉണ്ടാകും. തീർന്നിട്ടില്ല. ആദം നബി അലൈഹിസ്സലാം പണ്ട് അല്ലാഹ് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ ആ കനി ഒരാപ്പിളായിരുന്നെന്ന് പറയപ്പെടുന്നല്ലോ. ആ ആപ്പിള് കടിച്ചിട്ട് അന്ന് കടിച്ച ബാക്കി മർക്കസിൽ എത്തിപ്പോയി എന്നും പറഞ്ഞൊരാപ്പിള് ലേലം ചെയ്താലും
കുഞ്ഞാടുകൾ തക്ബീർ വിളിച്ച് എതിരേൽക്കാനുണ്ടാകും. അതുകൊണ്ട് പെട്ടുപോകല്ല മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ, സ്വഹാബത്തിന്റെ പേരിൽ, ഇമാമിങ്ങളുടെ ഒക്കെ പേരിൽ പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ട് അത് ചൂഷണം ചെയ്യുന്ന ദീനല്ല നമ്മുടെ ദീൻ. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് കൈമാറി, അവിടെ നിന്ന് ഇങ്ങോട്ട് കൈമാറി കൃത്യമായി പ്രമാണങ്ങളുടെ പിൻബലമുള്ള ദീനാണ് ഇസ്ലാം. ആ ഇസ്ലാമാണ് നാം അനുസരിച്ച് ജീവിക്കേണ്ടത്. അതല്ലാത്ത ഒന്ന് ഇസ്ലാമാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വന്നാൽ വന്ന കാലിൽ അവനെ തിരിച്ചയച്ചോ. അത് സ്വീകരിക്കാൻ, അത് ചെവിക്കൊള്ളാൻ നിൽക്കണ്ട. ഒരു മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു, ഉപ്പിനങ്ങാടിയിലെ മുജാഹിദീങ്ങളുടെ പരിപാടി ഉണ്ട്, ഒരൊറ്റ കുട്ടി പോലും ആ ദിവസം ഉപ്പിനങ്ങാടിയിൽ ഉണ്ടാവരുത്, ഹറാമാണ്. മൗലവിമാരുടെ പ്രസംഗം കേൾക്കൽ ഹറാമാണ്. എങ്ങനെ നിങ്ങൾക്കത് ഹറാമല്ലാതാകും? കാരണം ഇതുപോലെയുള്ള സത്യം ജനങ്ങൾ അങ്ങ് കേട്ടുപോയാൽ നിങ്ങളെ കാത്തു നിൽക്കൂല. കാരണം സാധാരണ ജനങ്ങൾക്ക് നിങ്ങളെ പോലെയല്ല, അവർക്ക് സ്വർഗം വേണം, അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. നിങ്ങളെ കാത്തവർ നിൽക്കൂല. അതുകൊണ്ട് സത്യമങ്ങ് ബോധ്യമായാൽ ഏത് ഉമ്മയും മനസ്സ് മാറും, ഏത് ഉപ്പയുടെയും മനസ്സ് മാറും. അത് ഈ മുസ്ലിയാക്കന്മാർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവർ ജനങ്ങളോട് പറയുന്നു, കേട്ടുപോകല്ല, ഒരൊറ്റ സീഡിയും കേട്ടുപോകരുത് ഉമ്മമാരെ, ഹറാമു തന്നെ. കാരണം ഈ സത്യം കേട്ട് ആളുകൾ അങ്ങ് വിശ്വസിച്ചു പോയാൽ പിന്നെ ദർഗ എങ്ങനെ നടത്തും, ഉറൂസ് എങ്ങനെ നടത്തും, ജാറം എങ്ങനെ നടത്തും, കോളേജ് എങ്ങനെ നടത്തും? അതുകൊണ്ട് മനുഷ്യനെ ഇങ്ങനെ പറ്റിച്ചു നിർത്തിയാലല്ലേ തങ്ങളുടെ കച്ചവടം വിപുലമാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെന്ത് ചെയ്യണം? വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കണം. നാം വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കണം. ഈ വസ്തുതകളൊക്കെ കേൾക്കാൻ പോകരുതെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തു വേണം? ഈ സത്യം കേട്ടിട്ടില്ലാത്ത ആയിരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഇവര് കാഫിറുകളാണ്, ഇവര് തെമ്മാടികളാണ്, ഇവര് പിഴച്ചുപോയവരാണ്, ഇവർക്ക് അമ്പിയാക്കളില്ല, ഔലിയാക്കളില്ല, ശുഹദാക്കളില്ല, അവർക്ക് റസൂലുള്ളാഹിനോട് ബഹുമാനമില്ല, സ്വലാത്തില്ല. എന്നിട്ടോ ഇവര് സ്വലാത്ത് ചൊല്ലിയിട്ട് കയറ്റി അയക്കുകയാണ്. കുറെ മുമ്പേ ഞാൻ പറഞ്ഞിട്ടില്ലേ, 10 കോടി സ്വലാത്ത് കയറ്റി അയക്കുന്നു. എല്ലാരോടും സ്വലാത്തി എല്ലാം പറയണം. ഒരു സലാത്ത്, നാരിയ സലാത്ത്, മറ്റേ സലാത്തൊക്കെ ചൊല്ലിയിട്ട് ഒരു നമ്പർ കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. മുസ്ലിയാക്കന്മാരുടെ ഫോൺ നമ്പർ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ചൊല്ലിയ എണ്ണം അങ്ങോട്ട് അറിയിച്ചു കൊടുക്കുക. അങ്ങനെ ഇതൊക്കെ കൂടി ശേഖരിച്ച് പാത്തുമ്മ ചൊല്ലിയ 3000 സലാത്ത്, അബൂക്കുറുട്ടി ചൊല്ലിയ 25,000 സലാത്ത്, അതുപോലെ തന്നെ വേറൊരു കുട്ടി ചൊല്ലിയ 400 സലാത്ത്, മറ്റേ ഇക്കാക്ക ചൊല്ലിയ 736 സലാത്ത്, ഈ സലാത്തൊക്കെ കൂടി ശേഖരിച്ച് 10 കോടി തികഞ്ഞാൽ സഖാഫി അങ്ങോട്ട് കയറ്റി അയക്കും മദീനത്തേക്ക്. ഇവന്റെ ഓശാരം വേണോ റസൂലുള്ളാഹിന്റെ അടുത്ത് സലാത്തെത്താൻ? വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും സ്വലാത്തു സലാമുകൾ അവിടത്തേക്ക് എത്തിക്കാൻ റബ്ബ് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അത് വേറൊരാള് പാർസലേക്കേണ്ട കാര്യമില്ല. ആരുടെ കയ്യിലാ നൂതനവാദം? സഹാബത്ത് ഇങ്ങനെ സ്വലാത്ത്, സഹാബിമാരൊക്കെ ചൊല്ലിയ സ്വലാത്ത് ശേഖരിച്ച് മദീനത്തേക്ക് പാർസലാക്കി കയറ്റി അയക്കുന്ന ഒരു സമ്പ്രദായം. തെളിവെവിടെ? ഒരു ഹദീസിന്റെ തുണ്ട് കൊണ്ടുവരാമോ? എവിടെയാണ് നിങ്ങൾക്ക് തെളിവുള്ളത്? ഇല്ല. ഈ പാവങ്ങളായ ജനങ്ങളെ നിങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നു. എന്നിട്ടോ ശരിയായ വാദം പറയുന്ന സലഫികളോട് പറയും, ഇവര് നൂതനവാദികളാണ്, ഇവര് പുത്തൻവാദികളാ. സർവ്വ നൂതനവാദങ്ങളും സ്വന്തം കയ്യിൽ കൊണ്ട് നടന്നിട്ട് അതില്ലാത്തവനെ നോക്കിയിട്ടാ നൂതനവാദി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കണം, കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാമികമായ ഓരോ കാര്യങ്ങളും നമ്മുടെ പരലോകമോക്ഷത്തിന് വേണ്ടിയാണ്, നമ്മുടെ മരണം നന്നാകുവാനാണ്, നമ്മുടെ ഖബറിൽ നമുക്ക് രക്ഷപ്പെടാനാണ്. ഖബറിൽ നമ്മെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് റബ്ബിന്റെ മലക്കുകൾ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയണമെങ്കിൽ അത് ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കൊടുത്ത ഉത്തരം ചെയ്യാൻ കഴിയൂല. മറിച്ച് റബ്ബേ ചോദ്യത്തിന്റെ നേരമാണ്. ആ സഹോദരന്റെ, ആ സഹോദരിയുടെ മനസ്സിൽ ഈ ഉത്തരം
തോന്നിപ്പിച്ചു കൊടുക്കണേ അല്ലാ എന്നിങ്ങനെ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് മുസ്ലിമീങ്ങൾ ദുആ ഇരക്കുകയല്ലേ വേണ്ടത്. അതാണല്ലോ പലപ്പോഴും പറഞ്ഞിട്ട് ഈ സലഫികൾ ഖബറിങ്ങൽ പോകൂല, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല എന്നൊക്കെയാണ് പ്രചരിപ്പിക്കാറുള്ളത്. വാസ്തവത്തിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ശരിയായ നിലക്ക് ചെയ്യുന്നവരാണ് സലഫികൾ. ഇല്ലാത്തത് അവർ ചെയ്യൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അവർ ചെയ്യും, അവിടുത്തെ മാതൃകയില്ലാത്തത് ചെയ്യൂല. റസൂലുള്ളാഹിയും സഹാബത്തൊന്നും ജനാസ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഉച്ചത്തിൽ ദിക്ർ ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് സലഫികൾ ജനാസ കൊണ്ടുപോകുമ്പോൾ മൗനമായി കൊണ്ടുപോകും. ഇവര് ദിക്ർ ചൊല്ലി കൊണ്ടുപോകും. ആരുടെ കയ്യിലാ നൂതനവാദം? ആരുടെ കയ്യിലാ പഴയ വാദമുള്ളത്? ഓരോന്നും എടുത്ത് പരിശോധിച്ചു നോക്കൂ പ്രിയമുള്ളവരെ. അങ്ങനെ തന്നെയാണ്. അതേ അവസരത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാ രംഗത്തും മാതൃകയായി അവിടുന്ന് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു. അതനുസരിച്ച് ജീവിച്ചാലല്ലേ നമുക്ക് ശാന്തി കിട്ടുക, സമാധാനം കിട്ടുക. പരലോകത്തെ വിചാരണക്ക് വേണ്ടി നിൽക്കുമ്പോഴും നമ്മുടെ അമലുകളല്ലേ നമ്മെ രക്ഷപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശുപാർശ നമുക്ക് കിട്ടണമെങ്കിൽ പോലും അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്താലല്ലേ പരലോകത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ ആർക്കൊക്കെ അല്ലാഹ് അവിടെ ശുപാർശക്ക് അനുവാദം കൊടുക്കുന്നുവോ അവരുടെ ഒക്കെ ശുപാർശ നമുക്ക് കരസ്ഥമാകണമെങ്കിൽ അല്ലാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അങ്ങനെ അങ്ങ് ജീവിതത്തെ ക്രമീകരിച്ച് നന്നായാൽ രക്ഷപ്പെടും. അതല്ലാതെ പരലോകത്തെത്തിയിട്ട് നരകം കണ്ണിന്റെ മുമ്പിൽ കാണുന്ന നേരത്ത് റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ, അല്ലാഹുവേ ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് മനസ്സിലായി, ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യമായി അല്ലാഹ്, അതുകൊണ്ട് ദുനിയാവിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി വിടാമോ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. അത് പരലോകത്ത് വെച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. നരകം കൺമുമ്പിൽ കാണുന്ന നേരത്തോ മരണത്തിന്റെ നേരത്തോ നരകത്തിൽ ചെന്ന് മുഖം കുത്തി വീണതിന്റെ ശേഷമോ കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും അട്ടഹസിച്ചിട്ടും ഒന്നും പ്രയോജനമില്ല. അത് ഇവിടുന്ന് ചെയ്യണം, മരണത്തിന്റെ മുമ്പ് ചെയ്യണം. ഇവിടെ വെച്ച് കാര്യങ്ങൾ പഠിക്കണം. നരകത്തിയിൽ വീഴുന്നവർ പറയുന്നുണ്ട്, ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ. കേൾക്കാൻ പാടില്ല നാം ഇവർ പറഞ്ഞത്, കേട്ടുപോകരുത്, കേട്ടുപോകരുത്, കണ്ടുപോകരുത്, ചിന്തിച്ചു പോകരുത്. നരകത്തിയിൽ പോയി വീഴുമ്പോ മനുഷ്യൻ പറയാണ്, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഔ നഖിലു, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ മാ കുന്നാ, ഞങ്ങളായിത്തീരുമായിരുന്നില്ലല്ലോ ഫീ അസ്ഹാബിസ് സഈർ, നരകക്കാരുടെ കൂട്ടത്തിൽ പെടുമായിരുന്നില്ലല്ലോ. ഞങ്ങൾ കേട്ടില്ലല്ലോ, ഞങ്ങൾ പഠിച്ചില്ലല്ലോ, ഞങ്ങൾ ചിന്തിച്ചില്ലല്ലോ എന്നവിടെ വെച്ച് വിലപിക്കുന്നു. പക്ഷേ കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് പഠിക്കണം, ഇവിടെ വെച്ച് മനസ്സിലാക്കണം, ഇവിടെ വെച്ച് ചിന്തിക്കണം. പഠിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് വെറുതെ ഇരുന്നാൽ പോരാ. നിങ്ങൾ പഠിച്ചതും മനസ്സിലാക്കിയതും അത് മനസ്സിലാക്കാത്ത എത്രയോ ആളുകളുണ്ട്, നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതും നമ്മുടെ ബാധ്യതയാ. നിങ്ങൾക്കൊക്കെ സഹോദരന്മാരെ അറിയില്ലേ ഒരു ചെറിയ സൂറത്ത്, സൂറത്തുൽ അസ്ർ. സൂറത്തുൽ അസ്ർ ഒന്ന് ചൊല്ലി നോക്കിയ എല്ലാവരും 2 വരിയുള്ളൂ, 2 വരിയുള്ളൂ ആ സൂറത്ത്. എല്ലാവരും ഒന്നും ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന ആ സൂറത്ത്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. കാലഘട്ടം തന്നെയാണ് സത്യം. എല്ലാ മനുഷ്യരും പരാജയത്തിലാണ്. പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 4 കാര്യങ്ങൾ നിർബന്ധമാണ്. ഏതാണ് ആ 4 കാര്യങ്ങൾ? സത്യവിശ്വാസം വേണം. എല്ലാവരും സ്വന്തത്തോട് ചോദിക്ക്, എനിക്ക് സത്യവിശ്വാസമാണോ ഉള്ളത്? വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരുമൊഴികെ എല്ലാവരും സ്വന്തത്തോട് ചോദിക്ക്, ഞാൻ സൽക്കർമ്മങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്? ഞാൻ തെറ്റുകളൊന്നും ചെയ്യാതെ ജീവിക്കുന്നുണ്ടോ?
വതവാസൗ ബിൽ ഹഖി. മൂന്നാമത് പറഞ്ഞത്, നാം മനസ്സിലാക്കിയ സത്യത്തെ മനസ്സിൽ വെച്ചാൽ പോരാ, അത് മറ്റുള്ളവരോട് ശക്തമായി പരസ്പരം ഉപദേശിക്കണം. സ്വന്തത്തോട് ചോദിക്ക്, ഞാൻ മനസ്സിലാക്കിയ ഹക്ക് ഞാൻ മറ്റുള്ളവരോട് പറയാറുണ്ടോ? ഞാൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ? ആ കൂട്ടത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടോ? നാലാമതല്ല പറയുന്നത്, വതവാസൗ ബിസ്സബ്ർ, സഹിക്കുവാനും ആ സഹനം കൊണ്ട് മറ്റുള്ളവരോട് ഉപദേശിക്കുവാനും തയ്യാറാകുന്നവനൊഴികെ. സ്വന്തത്തോട് ചോദിക്ക്, വിശ്വാസമനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ പലരും നമ്മളെ വെറുക്കും, പലരും നമ്മെ പരിഹസിക്കും, പലരും നമ്മെ കുത്തി നോവിക്കും, പലരും നമ്മെ കല്ലെടുത്തെറിയും, പലരും നമ്മെ കൂക്കുവിളിക്കും, പലരും നമ്മെ തെറ്റിദ്ധരിക്കും. അവിടെയൊക്കെ സഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇത് നാലും ഉള്ളവരെ രക്ഷപ്പെടുകയുള്ളൂ എന്നല്ല പറയണേ. ചിന്തിക്കും നല്ലോണം. ഈ നാല് സ്വഭാവവും നമ്മിലുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവിടെ വന്നു പിനങ്ങാടിയിൽ ഇന്ന് കാലത്ത് 9:30 മണി മുതൽക്ക് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്നു, ധാരാളക്കണക്കിന് പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു. ഇനി ഇതാ നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു. നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കരുത്, ദഅവത്ത് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഒരു മഹാസമ്മേളനം, ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു മഹാസമ്മേളനം നടത്തി പിരിഞ്ഞു പോകുന്നതോടെ നമ്മുടെ ബാധ്യത തീർന്നു എന്ന് ഒരൊറ്റ മുസ്ലിം ഉമ്മയും പെങ്ങളും സഹോദരനും വിചാരിച്ചു പോകരുത്. ഇത് മരണം വരെ ഈ ദഅവത്ത് തുടരണം. മരണം വരെ ഈ സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം. പലർക്കും പല കഴിവാണ്. ചിലർക്ക് പ്രസംഗിക്കാൻ കഴിയും, ചിലർക്ക് എഴുതാൻ കഴിയും, ചിലർക്ക് അതിന് രണ്ടിനും കഴിയൂല. അതിലേക്ക് പണം കൊടുക്കാൻ കഴിയും. വേറെ ചിലർക്ക് അതിനും പണം ഉണ്ടാവില്ല, പാവങ്ങളായിരിക്കും. അവൻ ആരോഗ്യമുണ്ടാകും. അവൻ എന്തു ചെയ്യും? സീഡികൾ വിതരണം ചെയ്യും. അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിന്റെ ബാനർ അവൻ ഉറക്കമൊഴിച്ചാലും വേണ്ടില്ല, സുബഹി ഖളാ ആകാതെ തന്നെ അവൻ രാത്രിയിൽ ഉറക്കൊഴിച്ച് ബാനർ കെട്ടും. അവൻ പോസ്റ്റുകളിൽ കൊണ്ടുപോയി പോസ്റ്റർ തൂക്കും. അവൻ അതിന്റെ പ്രചരണം നടത്തും. വേറെ ചിലർ ഇന്റർനെറ്റിലൂടെ ഈ പ്രസംഗം ലോകത്ത് കേൾപ്പിക്കും. വേറെ ചിലർ എന്ത് ചെയ്യും? ഫോണിലൂടെ വിളിച്ചിട്ട് അതേ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പലർക്കും പല കഴിവാണ്. എല്ലാവരുടെ കഴിവും വളരെ പ്രധാനമാണ്. ആരുടെ കഴിവും കുറവല്ല, നിസ്സാരമായി കാണാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം, ആ ശരീരം പോലെയല്ലേ നമ്മുടെ അവസ്ഥ. ഈ ശരീരത്തിൽ ഏതെല്ലാം അവയവങ്ങളുണ്ട്? ചിലത് വലിയ സ്ഥാനത്ത്, തല ഉന്നത സ്ഥാനത്താ നിൽക്കുന്നത്, ഏറ്റവും അടിയിലാണ് കാലുള്ളത്. അങ്ങനെ പല അവയവങ്ങളുമുണ്ട്. എല്ലാം ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എല്ലാം ആവശ്യമല്ലേ? ചിലതിന് ചിലതിനേക്കാൾ പ്രാധാന്യമുണ്ടെങ്കിലും ഒന്നും നിസ്സാരമല്ലല്ലോ. ഇനി നമ്മുടെ ബോഡിക്കകത്ത് എത്രയെത്ര ഉപകരണങ്ങളാണ്, അവയവങ്ങളാണ്. ഒന്നിനൊരു കേടുപറ്റിയാൽ ഒന്ന് റീപ്ലേസ്മെന്റ് നടത്തണമെങ്കിൽ, ഒരു ചികിത്സ നടത്തണമെങ്കിൽ എത്രയാണ് ചെലവ് വരുന്നത്? അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ തന്നെയും എത്രയോ രോഗികളുണ്ട്. അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളോ അല്ലാത്ത രോഗങ്ങളോ ഞങ്ങളുടെ ഈ മജ്‌ലിസിലിരിക്കുന്നവരും അല്ലാത്തവരുമായ ആർക്കൊക്കെയുണ്ടോ, അർഹമുർ റഹീമീനായ റബ്ബേ, നീ എല്ലാം ശിഫയാക്കുന്ന ഷാഫിയാണ്. ശിഫ നൽകണേ അല്ലാ. താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. ഈമാൻ സലാമത്തായിക്കൊണ്ട് നീ ഞങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സന്തോഷത്തിന്റെ കാഴ്ചകൾ കണ്ട്, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത കേട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഗുരുനാഥന്മാരുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, അയൽക്കാരുണ്ട്, പലരുമുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ അവസ്ഥ നീയാണ് അറിയുന്നവൻ. അവരിൽ മഗ്ഫിറത്തിന് അർഹതപ്പെട്ടവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും വേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ചു തരുന്ന
ആ അനുഗ്രഹത്തിന്റെ ഭവനം, ആ സ്വർഗത്തിലെത്തണമെങ്കിൽ നാം മനസ്സിലാക്കിയ സത്യമില്ലേ, ആ സത്യത്തെ കൂട്ടമായി ദഅ്വാരംഗത്ത് ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മെ ഒരു ശക്തിക്കും വളർത്താനാവരുത്. നിങ്ങളുടെ ഈ മഹാസമ്മേളനം കണ്ട് ശൈത്താന് സങ്കടമുണ്ട്, ശൈത്താന് വല്ലാത്ത ദേഷ്യമുണ്ടാകും. നിങ്ങൾക്ക് തമ്മിൽ തെറ്റിക്കാൻ ശൈത്താൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും കേട്ടോ. ഒന്നായി നിൽക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഭിന്ന ചിന്താഗതികൾ ഉണ്ടാക്കിയിട്ട് തമ്മിൽ തെല്ലിക്കാൻ ശൈത്താൻ നോക്കുമ്പോൾ വഴങ്ങിക്കൊടുക്കാതെ ഉറച്ചു നിൽക്കണേ. നിങ്ങളുടെ ദഅ്വത്ത് മുടക്കാൻ പലരും പല കോലത്തിൽ വരും. എടോ, നിങ്ങളൊക്കെ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞ് നിങ്ങൾ മരിച്ചാലും റബ്ബോടല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കില്ലെന്നല്ലേ നമ്മുടെ തീരുമാനം. അങ്ങനത്തെ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് എടോ നീ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണെന്ന് പറഞ്ഞു വന്നാലും അവനോടും സ്നേഹത്തോടെ പറയാനുള്ളത് നിനക്ക് നിന്റെ വഴിക്ക് പോകാം. ഹസ്ബി അല്ലാഹ് നിഅ്മൽ വകീൽ. എനിക്ക് പ്രാർത്ഥിക്കാൻ എവിടെയാണെങ്കിലും കരയിലും കടലിലും മരുഭൂമിയിലും പുഴക്കരയിലും എവിടെയും എനിക്ക് വിളിച്ചു തേടാൻ, എനിക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി എന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ശക്തമായി പ്രവർത്തനം അങ്ങ് പോകുമ്പോ ഇബ്ലീസിനൊരു പക്ഷേ സഹിക്കില്ല. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി നിങ്ങളതായി രംഗത്തുറച്ചു നിൽക്കുമ്പോ നിങ്ങളോട് പറയും, കണ്ടോ സമ്മേളനത്തിനിട്ട പന്തലിന്റെ വലുപ്പം, കണ്ടോ ക്യാമറയുടെ വലുപ്പം കണ്ടില്ലേ, കണ്ടോ സ്ക്രീനിന്റെ വലിപ്പം കണ്ടില്ലേ, LED യുടെ വലിപ്പം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഖ്ലാസോടെ ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ പടച്ച റബ്ബേ നിന്റെ പരലോകം, നിന്റെ പരലോകം, നിന്റെ പരലോകം എന്ന ഒരൊറ്റ നിയത്തിൽ ഓടി നടക്കുന്ന പാവങ്ങളായ ചെറുപ്പക്കാര്, വളരെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകര്, ഇനി നീ അതിനൊന്നും പോണ്ട, അവരുടെ ഒന്നും പ്രസംഗം കേൾക്കണ്ട, അവർക്കൊന്നും ഇൽമില്ല, ഇൽമി എനിക്കേയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നുകൊണ്ട് പഴപ്പിക്കാൻ നോക്കിയാലും പറഞ്ഞോ ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വകീൽ. ഞങ്ങൾക്ക് അല്ലാഹ് മതി. ഞങ്ങൾ മനസ്സിലാക്കിയ സത്യത്തിൽ ഞങ്ങൾ ഇഖ്ലാസോടെ മുന്നേറുന്നു. ഞങ്ങൾ പേരിന് വേണ്ടി ദഅ്വത്ത് നടത്തുന്നവരല്ല, ഞങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി ദഅ്വത്ത് നടത്തുന്നവരല്ല. അല്ലാഹ് നിന്റെ പൊരുത്തമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിന്റെ അമ്പിയാക്കൾ ത്യാഗം സഹിച്ചവരാണ്, നിന്റെ ഔലിയാക്കൾ ത്യാഗം സഹിച്ചവരാണ്. അവരുടെ പാതയിൽ നിന്ന് തെറ്റിപ്പോകുന്ന പാവങ്ങളായ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ റബ്ബേ ദേഹം കൊണ്ട് ഞങ്ങൾ ആ യുദ്ധം ചെയ്യുന്നു, പണം കൊടുത്ത് ഞങ്ങൾ ജിഹാദ് ചെയ്യുന്നു, പ്രസംഗിച്ച് ജിഹാദ് ചെയ്യുന്നു, പോസ്റ്റർ ഒട്ടിച്ച് ജിഹാദ് ചെയ്യുന്നു, CD വിതരണം ചെയ്ത് ജിഹാദ് ചെയ്യുന്നു. അതേ റബ്ബിന്റെ മാർഗത്തിലേക്ക് എങ്ങനെയാണോ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനാവുക അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാഹ് ആ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ, ആ ചെയ്യുന്ന പ്രവർത്തകരെ ചേരി തിരിപ്പിക്കാൻ ആര് വന്നാലും വന്ന കാലിൽ അവൻ മടങ്ങിപ്പോകട്ടെ, ഉറച്ചു നിന്നോളണം. അതാണ് എനിക്ക് എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത്. ഈ ഇരിക്കുന്ന എത്രയോ ആളുകൾ, തലനരച്ച എത്രയോ വൃദ്ധന്മാരായ വലിയ വലിയ കാരണവന്മാരെ ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നു, നല്ല നല്ല ചെറുപ്പക്കാരെ കാണുന്നു. അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സ്, അതിൽ നല്ല വലിയ പ്രായമുള്ള സ്വഹാബത്തുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്.